എല്ലാവർക്കും നമസ്കാരം. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ആകർഷണ ബലവും വ്യാപന ശക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് പറയാനാണ്. ഇവിടെ ഗ്രാവിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലമാണ് ഗ്രാവിറ്റി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണം? ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ പിടിച്ചു വലിക്കുന്ന പോലെയുള്ളൊരു ബലമാണത്. ഇവിടെ രണ്ട് വസ്തുക്കൾ, ഒന്ന് ഭൂമി, മറ്റൊന്ന് ഒരു ആപ്പിൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വസ്തു. അതിനെ ഭൂമി ബലമായി പിടിച്ചു വലിക്കുമ്പോൾ ആ ബലമാണ് വസ്തുവിനെ ഭൂമിയിലേക്ക് വീഴാൻ കാരണമാക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വസ്തു ഭൂമിയിലേക്ക് വീഴുന്ന അവസ്ഥയിൽ അത് താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്തുണ്ടാകുന്ന ആകർഷണ ബലം എങ്ങനെയാണ് ഭൂമിയിൽ വസ്തു എത്തിപ്പെട്ട അവസ്ഥയിൽ അല്ലെങ്കിൽ ഭൂമിയുടെ പ്രതലത്തിൽ എത്തുന്നതോടെ ആ വസ്തുവിൻ്റെ ആകർഷണ ബലം ഇല്ലാതാകുന്നത്? കാരണം വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലമാണ് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഈ വസ്തുക്കൾ പരസ്പരം ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് കൂടുതൽ ആകർഷണ ബലം ഉണ്ടാവേണ്ടത്. കാരണം വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്, പരസ്പര ആകർഷണ ബലമാണ്. അപ്പോൾ വസ്തുക്കൾ തമ്മിൽ പരസ്പരം ചേർന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ആകർഷണ സ്വഭാവം ഇല്ലാതാവുകയും അല്ലെങ്കിൽ കാണാൻ കഴിയാത്ത അവസ്ഥയിൽ വരികയും വസ്തു ഭൂമിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വസ്തുവിനെ ഭൂമി ആകർഷിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം വ്യക്തമല്ല. അതുകൊണ്ട് ഭൂമി വസ്തുക്കളെ എങ്ങനെ ആകർഷിക്കുന്നു എന്നത് വ്യക്തമാകാത്തിടത്തോളം കാലം ഭൂമി വസ്തുക്കളെ ആകർഷിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇനി എന്താണ് വ്യാപന ശക്തി? ഞാൻ ഇപ്പോൾ കുറെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗ്രാവിറ്റി ആകർഷണ ബലമല്ല, വ്യാപന ശക്തിയാണ് എന്നാണ്. എന്താണ് വ്യാപന ശക്തി? ഒരു വസ്തുവിൽ അടങ്ങിയ ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയ ഒരു വസ്തുവിലെ ദ്രവ്യത്തിൻ്റെ അളവാണ് അതിലെ പിണ്ഡവും ഭാരവും എന്ന് പറയുന്നത്. ഇപ്രകാരം ഒരു വസ്തു ഭൂമിയിലേക്ക് വീഴുന്ന അവസ്ഥയിൽ ആ വസ്തുവിൻ്റെ ഭാരം കാരണമാണ് വസ്തു ഭൂമിയിലേക്ക് വീഴുന്നത്. ഇവിടെ നോക്കൂ, ഞാൻ ഈ ഒരു പുസ്തകം ഇങ്ങനെ കയ്യിൽ വെക്കുമ്പോൾ ഈ പുസ്തകം ഞാൻ പിടിവിട്ടാൽ അത് താഴേക്ക് വീഴും. ഇതിങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ അത് എൻ്റെ കയ്യിൻ്റെ സ്വാധീന പരിധിയുള്ളത് കൊണ്ട് ആ കയ്യിൻ്റെ ആ ഒരു സ്വാധീന പരിധിയിൽ അതിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ വസ്തുവിൻ്റെ വ്യാപന ശക്തി എന്ന് പറയുന്നത് ഈ വസ്തുവിൻ്റെ ഭാരമാണ്. ഇത് ഞാൻ താഴേക്ക് പിടിവിടുമ്പോൾ അത് താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ വ്യാപന ഭാരം കാരണമാണ് അത് താഴേക്ക് വീഴുന്നത്. ഇവിടെ ആകർഷണ ബലമില്ല. ആകർഷണ ബലം എന്ന് പറയുമ്പോൾ ഞാൻ ഈ വസ്തുവിനെ പിടിച്ചു വലിക്കുന്ന രീതിയിൽ അത് താഴേക്ക് വീഴുകയാണെങ്കിലാണ് അത് ആകർഷണ ബലം എന്ന് പറയുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു വസ്തുവിനെ പിടിച്ചു വലിക്കുന്ന അവസ്ഥയിൽ എന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ്, അത് ആകർഷണം. കാരണം ഞാൻ ഈ ഒരു വസ്തുവിനെ പിടിച്ച് വലിക്കുകയാണ്. അപ്പോഴാണ് ഇത് ആകർഷണ ബലമാകുന്നത്. എന്നാൽ ഞാൻ ഈ ഒരു വസ്തുവിനെ പിടിച്ചു വലിക്കാതെ ഈ ഒരു വസ്തു
ഇതാ എൻ്റെ കൈയിൻ്റെ ഈ ഒരു സ്വാധീന പരിധിയിലേക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ കൈ ഇവിടെ ഇങ്ങനെ വെച്ചത് കൊണ്ടാണ് ആ വസ്തു അത് അവിടെ നിലനിൽക്കുന്നത്. ഞാൻ ഈ കൈ മാറ്റി ഈ പുസ്തകം നിലനിൽക്കുന്ന ആ ഒരു സാന്നിധ്യത്തിൽ നിന്നും കൈ മാറ്റിയാൽ പുസ്തകം താഴെ വീഴും. ഇനി ഈ പുസ്തകം ഞാനിതിങ്ങനെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത് എൻ്റെ കൈ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. ആ കൈയിൻ്റെ സ്വാധീന പരിധി പുസ്തകത്തെ എൻ്റെ കൈയിനെ സ്വാധീനിച്ച് പുസ്തകം നിലനിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പുസ്തകത്തിൻ്റെ ഭാരം കാരണമാണ് അത് എൻ്റെ കയ്യിൽ നിലനിൽക്കുന്നത്. ഇനി നിങ്ങളൊന്ന് നോക്കൂ, ഒരു ബലൂൺ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെക്കുകയാണ്. ആ ബലൂണ് ചിലപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ വളരെ വളരെ സ്പീഡിൽ മാറ്റുമ്പോൾ ആ ബലൂൺ അങ്ങോട്ടും ഇങ്ങോട്ടും പാറി പറക്കും. കാരണം ആ ബലൂണിനെ അന്തരീക്ഷത്തെ സ്വാധീനിച്ചായിരിക്കും അതിൻ്റെ ഭാരം നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ വസ്തു ഒരു പക്ഷേ ആ ഒരു ബലൂൺ ഒരു പക്ഷേ ഈ പുസ്തകത്തേക്കാൾ വലിപ്പമുണ്ടാവും. എന്നാൽ ഈ ഒരു കയ്യിൽ പുസ്തകം നിൽക്കുന്ന പോലെ ആ ഒരു ബലൂൺ കയ്യിൽ നിന്നുകൊള്ളണമെന്നില്ല. അപ്പോൾ വസ്തുവിൻ്റെ വ്യാപനത്തിലെ വസ്തു നിലനിൽക്കുന്ന അവസ്ഥയിലെ അതിലടങ്ങിയ ദ്രവ്യത്തിൻ്റെ സാന്നിധ്യം ഒരു വസ്തുവിൻ്റെ ഭാരം കണക്കാക്കുന്നു. ഇപ്രകാരം ഈ ഒരു പുസ്തകത്തിൻ്റെ ഭാരം എൻ്റെ കയ്യിനെ സ്വാധീനിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഞാനിങ്ങനെ കൈ താഴേക്ക് താഴ്ത്തുമ്പോൾ അത് താഴേക്ക് വരുന്നു, മുകളിലേക്ക് പൊക്കുമ്പോൾ മുകളിലേക്ക് പോകുന്നു, സൈഡിലേക്കും ഇപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചലിപ്പിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ ഞാൻ പുസ്തകത്തെ ബലമായി പിടിച്ചു വലിക്കുന്നില്ല. അത് എൻ്റെ കയ്യിൻ്റെ സ്വാധീന പരിധിയിൽ എൻ്റെ കയ്യിനെ ആശ്രയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് വ്യാപന ശക്തി എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ ഭാരം കാരണം എൻ്റെ കയ്യിനെ സ്വാധീനിച്ച് നിൽക്കുകയാണ്. ഇവിടെ ആകർഷിക്കുകയല്ല, ഇവിടെ എൻ്റെ കൈ പുസ്തകത്തെ ആകർഷിക്കുകയല്ല. അത് എൻ്റെ കയ്യിൻ്റെ സ്വാധീന പരിധിയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ആ പുസ്തകം ഞാൻ കൈ ചലിപ്പിക്കുന്ന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എന്നാൽ ആകർഷണ ബലം എന്ന് പറയുമ്പോൾ ഇവിടെ പുസ്തകത്തെ ബലമായി താഴേക്ക് താഴ്ത്തുന്ന പോലെയുള്ളൊരു ബലമാണ്, പിടിച്ചു വലിക്കുന്ന പോലെയുള്ളൊരു ബലമാണത്. ഇവിടെ വ്യാപനം എന്ന് പറയുമ്പോൾ വസ്തു അതിൻ്റെ ഭാരം കാരണം താഴേക്ക് വീഴുകയാണ്. അപ്പോൾ ഇങ്ങനെ വസ്തു അതിൻ്റെ ഭാരം കാരണം താഴേക്ക് വീഴാനുള്ള കാരണം എന്താണ്? ഇവിടെ ആകർഷണ ബലത്തിന് കാരണം എന്താണെന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് ഒരു വസ്തു ഭൂമിയിലേക്ക് ഇങ്ങനെ വീഴുന്നതിനുള്ള കാരണം? അതിന് കാരണം ഭൂമിക്ക് ചുറ്റുമുള്ള ഭാരക്കുറവിലെ സാന്നിധ്യമാണ്. അതായത് സ്പേസിനെ അപേക്ഷിച്ച് ഒരു പദാർത്ഥം എന്നാൽ ഭാരവും ഭാരക്കുറവും ചേർന്നാണ് എന്നാണ്. ഇവിടെ ഭാരക്കുറവ് എന്ന് പറയുമ്പോൾ ദ്രവ്യ അഭാവത്തിലെ സ്പേസാണ്. അതായത് ഒരു പദാർത്ഥത്തെ ആ ഒരു പദാർത്ഥ പിണ്ഡമായി നിലനിർത്തുന്നത് അതിന് ചുറ്റുമുള്ള ദ്രവ്യ അഭാവത്തിലെ ശൂന്യതയുടെ സാന്നിധ്യമാണ്. അതായത് ദ്രവ്യ അഭാവത്തിലെ സ്പേസിൻ്റെ സാന്നിധ്യമാണ്. ഇങ്ങനെ ഒരു സാന്നിധ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ വസ്തുക്കൾക്കൊന്നും ഈ ഒരു അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയില്ല. ഓരോ വസ്തുവും വ്യത്യസ്ത നിലകളിലെ വ്യാപന ശക്തിയായി നിലനിൽക്കുന്നത് അതിന് ചുറ്റുമുള്ള ഭാരക്കുറവിലെ സാന്നിധ്യം മൂലമാണ്. ഓരോ പദാർത്ഥത്തെയും വേർതിരിക്കുന്നത് ഈ ഒരു ഭാരക്കുറവിലെ സാന്നിധ്യമാണ്. അപ്പോൾ ഒരു പദാർത്ഥം എന്നാൽ ഭാരവും ഭാരക്കുറവും ചേർന്നതാണ് എന്ന് പറയുമ്പോൾ ഭാരം അതിൻ്റെ പിണ്ഡത്തെയാണ് കേന്ദ്രീകരിക്കുന്നത്, അതിൻ്റെ പിണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാരക്കുറവ് ആ പിണ്ഡത്തെ വേർതിരിക്കും വിധമുള്ള അതിൻ്റെ ചുറ്റുമുള്ള ദ്രവ്യ അഭാവത്തിലെ അഥവാ ശൂന്യതയുടെ സാന്നിധ്യം, ശൂന്യമാക്കപ്പെടുന്ന അവസ്ഥയിലെ സ്പേസിൻ്റെ സാന്നിധ്യം. ഇവിടെ പിണ്ഡവും സ്പേസും അഥവാ ഈ ശൂന്യത എന്ന് പറയുമ്പോൾ ഇവിടെ ശൂന്യതയുടെ വ്യാപന സാന്നിധ്യമാണ്, വ്യാപന പാശ്ചാത്തലമാണ്. ഈ
പിണ്ഡവും ശൂന്യതയും വിപരീത ഫലങ്ങളാണ്. പിണ്ഡവും ശൂന്യതയും വിപരീത ഫലങ്ങളാണ്. ഒരു പദാർത്ഥത്തിൽ എത്രത്തോളം ദ്രവ്യമുണ്ടോ അതിന് ആനുപാതികമായ ദ്രവ്യ അഭാവത്തിലെ സ്പേസിൻ്റെ സാന്നിധ്യവും ആ പദാർത്ഥത്തിനുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയെ ഈ ഇപ്രകാരമൊന്ന് കണക്കാക്കുമ്പോൾ, ഭൂമിയെ നമ്മൾ ഇപ്രകാരമൊന്ന് നോക്കുമ്പോൾ, ഭൂമിയുടെ പിണ്ഡഭാഗത്തെ ഭാരമായി നമ്മൾ കണക്കാക്കുമ്പോൾ ഈ പിണ്ഡഭാഗത്തിന് ചുറ്റും നിശ്ചിത അകലത്തിൽ അന്തരീക്ഷ വ്യാപനത്തെ സ്വാധീനിച്ച് നിൽക്കുന്ന അവസ്ഥയിലെ ഒരു സ്പേസും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്പേസിനെ ഇങ്ങനെ നിലനിർത്തുന്നത് അന്തരീക്ഷ സാന്നിധ്യമാണ്. അതായത് ഇവിടെ ഓരോ പദാർത്ഥങ്ങളെയും ആ ഒരു പദാർത്ഥമായി നിലനിർത്തുന്നത് അതിന് ചുറ്റുമുള്ള ഈ സ്പേസിൻ്റെ സാന്നിധ്യമാകുമ്പോൾ ഈ പിണ്ഡത്തെ വേർതിരിക്കും വിധം ഒരു പ്രതിവ്യാപന സ്വാധീന സാന്നിധ്യത്തെ നിലനിർത്തുന്നത് ഈ അന്തരീക്ഷ വലയമാണ്. ഇപ്പോൾ ഭൂമിയെ ഈ ഒരു പദാർത്ഥ പിണ്ഡമായി നിലനിർത്തുന്നത് ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ പാളികളാണ്. വ്യത്യസ്ത വ്യാപന നിലകളിലെ നിരവധി ലെയറുകളുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു വ്യത്യസ്ത വ്യാപന നിലകളിലെ വ്യത്യസ്ത പാളികളാണ് ഭൂമിയെ ആ ഒരു അവസ്ഥയിൽ നിലനിർത്തുന്നത്. അപ്പോൾ ഈ ഒരു വ്യാപന സ്വാധീന പരിധിയിലെ സ്പേസിൽ ഒരു വസ്തു നിൽക്കുമ്പോൾ ഇവിടെ ഭാരക്കുറവിലെ സാന്നിധ്യം, ഇവിടെ ഭാരം പിണ്ഡത്തെയാണ്, അതായത് ദ്രവ്യ അഭാവത്തിലെ കുറവിലെ സാന്നിധ്യമാണ് ഈ ഒരു പിണ്ഡത്തിന് ചുറ്റും നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിന് നിലനിൽക്കാൻ മറ്റൊരു പദാർത്ഥത്തിൻ്റെ സാന്നിധ്യം വേണം. അപ്പോൾ ഈ ഒരു പുസ്തകത്തിന് നിലനിൽക്കാൻ ഈ ഒരു പുസ്തകത്തിൻ്റെ ദ്രവ്യ സാന്നിധ്യത്തെ താങ്ങി നിർത്തും വിധം മറ്റൊരു പദാർത്ഥത്തിൻ്റെ സാന്നിധ്യം വേണം. ഇല്ലെങ്കിൽ ഈ ഒരു പുസ്തകം താഴേക്ക് വീഴുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ ഗ്രാവിറ്റിയായി വരുന്നത്. ഇവിടെ ശരിക്കും ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിന് നിൽക്കാൻ മറ്റൊരു പദാർത്ഥത്തിന് സാന്നിധ്യം വേണം എന്നതാണ് ഗ്രാവിറ്റിയുടെ അടിസ്ഥാനം. അതല്ലാതെ വസ്തുവിനെ ഭൂമി ആകർഷിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഞാൻ കൂടുതൽ കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിലൂടെ പറയാം.